നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളും കത്തുകളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിലൂടെയും മെസ്സേജുകൾ വരുന്നുണ്ട്. വാട്സപ്പിൽ ഇപ്പോഴും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. മകളുടെ കാര്യം അറിയണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. വിളിച്ച് സംസാരിക്കാം. ഹലോ ഹലോ ഹലോ. ആ, എന്തുകൊണ്ട്? ഹരി പത്മനാഭൻ എന്ന് പറയും, സൂര്യ ടി വിന്നാ. ഓ, അത് ശരി. ആ, പിന്നെ ഞാൻ പുറത്തുള്ളു. അയ്യോ, ആരാ പിന്നെ മെസ്സേജ് അയച്ചേ? ഞാൻ തന്നെയാ പറ. പിന്നെ ഇത് നോക്കണ്ടെങ്കിൽ വീട്ടിലുള്ളത്. ഞാൻ പറഞ്ഞുതരാ. പറഞ്ഞു. മോളെ ജനുവരി 20 92 1992. സമയം 11:24. രാവിലെ ആണോ? രാവിലെ. പൂയം. പൂയം. തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച. ചേട്ടാ, മോൾക്ക് നല്ലൊരു മോശ സമയമാണ് കടന്നു പോയത് കേട്ടോ. ഏഴരശനി എന്നൊക്കെ പറഞ്ഞ ഒരു മോശമായിട്ടുള്ള ഒരു പീരീഡ് ഒക്കെയാണ് കടന്നുപോയത്. വല്ലാണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന പീരീഡ് ആയിരുന്നു. അത് മാത്രമല്ല, മോൾക്ക് കേതുർദശാകാലമായിരുന്നു കഴിഞ്ഞ 7 വർഷമായിട്ട്. എന്നുവെച്ചാൽ 7 വർഷമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുകളും വല്ലാത്ത പ്രതിസന്ധികളും വല്ലാത്ത നെഗറ്റീവ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടുന്ന ഒരു പീരീഡ് ആയിരുന്നു മോളെ സംബന്ധിച്ചുണ്ടായിരുന്നത്. 2024 ഫെബ്രുവരിയിലൊക്കെ അങ്ങോട്ട് കുറച്ച് മാറ്റമൊക്കെ ഉണ്ടാവും. ഫെബ്രുവരി 8-ാം തീയതി. എന്നാലും പൂർണ്ണമായി മാറ്റം ഉണ്ടാകുന്നത് ഓഗസ്റ്റ് 2-ാം തീയതി മുതലാണ്. ഫെബ്രുവരിയിൽ പൂർണ്ണമായി മാറില്ല ചേട്ടാ. പൂർണ്ണമായിട്ട് മാറുന്നത് ഓഗസ്റ്റ് 2-ാം തീയതി മുതലേ ഉള്ളൂ. എന്നാലും കുറേയേറെ മാറ്റങ്ങൾ, അതിന്റെ ഛിദ്രം എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതൊക്കെ വെച്ചിട്ട് കുറേയേറെ മാറ്റങ്ങൾ ഈ ഫെബ്രുവരി മുതൽ തുടങ്ങുന്നുണ്ട്. മനസ്സിലായോ? പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. കുട്ടികളായിട്ടില്ല. ശരി. അപ്പൊ നമുക്ക് അടുത്ത വർഷം പകുതിക്ക് ശേഷമൊക്കെ സന്തോഷകരമായ എന്തെങ്കിലും വാർത്തകൾ കേൾക്കും. മോക്ക് ടെൻഷൻ കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്ന് പരിഹരിക്കാൻ പറയണം. കുഞ്ഞു കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കരുത് എന്ന് പറയണം. ചെറിയ കാര്യങ്ങളില് വല്ലാണ്ട് ആശങ്ക വെക്കുന്ന ഒരു കുട്ടിയാണ്. ആ സ്വഭാവം ഇത്തിരി ഒന്ന് മാറ്റി കുറച്ചുകൂടെ ഒന്ന് പോസിറ്റീവ് ആകാൻ അയാളോട് പറഞ്ഞു കൊടുക്കണം ചേട്ടൻ. കേട്ടോ? എല്ലാ കുട്ടികളായ അടുത്ത വർഷമാവും. അല്ല, അടുത്ത വർഷമാണ് അനുകൂലമായിട്ടുള്ള ഒരു സമയം വരുന്നത് ചേട്ടാ. കാരണം 7 വർഷമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വല്ലാണ്ട് മോശം പീരീഡ് ആയിരുന്നു. 7 വർഷമായിട്ട് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട സമയമായിരുന്നു. മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകേണ്ടുന്ന പീരീഡ് ആയിരുന്നു. അതെല്ലാം അടുത്ത വർഷം ഒന്ന് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വർഷം പ്രതീക്ഷിക്കാൻ അപ്പൂപ്പനാവുന്നു. അല്ല, ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്. ആ കുട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ 7 വർഷമായി നല്ലതുപോലെ മോശ സമയമായിരുന്നു. ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മാറിപ്പോകുന്ന സമയമായിരുന്നു. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സമയമായിരുന്നു. പല ഘടകങ്ങളുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം അടുത്ത വർഷം ആവുന്നുണ്ട്. കേതുർദശ മാറുകയാണ്. അപ്പൊ നമുക്ക് കുട്ടികളുടെ കാര്യത്തിലും പ്രതീക്ഷിക്കാം. മനസ്സിലായോ? അവർക്ക് അവിടെ പഠിച്ചതിന് ശേഷം ജോലി അവിടെ അതേ പറയാം. അടുത്ത വർഷം മുതലാണ് കുറച്ചുകൂടെ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം വരുന്നത് ചേട്ടാ. ലണ്ടനിലല്ലേ? ശരി. നല്ല ജോലി കിട്ടും, ധൈര്യമായിട്ടിരിക്കാൻ പറ. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നു. ശരി ശരി, നന്നായിരിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് അവിടെ ജോലി കിട്ടിയില്ല. അവിടെ കൊറോണ എല്ലാം. ചേട്ടാ, അടുത്ത വർഷമാണ് കുറച്ചുകൂടെ അനുയോജ്യ സമയം ചേട്ടാ. അതൊക്കെ നടക്കും ചേട്ടാ, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ശരി. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, വിമർശനങ്ങൾ എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല. പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.